വാഹന മോഡിഫിക്കേഷൻ. സതീശൻ പറഞ്ഞത് നുണയാണ്, കേന്ദ്രത്തിൻ്റെ നിയമങ്ങളാണ്, അതൊരു സംസ്ഥാന സർക്കാരിന് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ തൻ്റെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഒരു കുത്തിത്തിരിപ്പ് തന്ത്രം ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അത് വലിയ വാർത്തയായി കൊടുത്തതായിട്ട് കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി.ഡി. സതീശൻ, ഞാൻ അദ്ദേഹത്തെ പല വിഷയങ്ങളിലും രാഷ്ട്രീയപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ചില നടപടിക്രമങ്ങളിലേക്ക് പോവാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ്. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ സകലമാന ജനങ്ങളോടാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഏതെങ്കിലും ആഡംബരത്തിന് വേണ്ടിയിട്ട് വലിയ ടയറുകളിട്ട് റോട്ടിലൂടെ കറക്കി അഭ്യാസങ്ങളും ആഭാസങ്ങളുമാക്കി മാറ്റുന്ന അത്തരം കാര്യങ്ങളെ അല്ല നിങ്ങൾ ഇതിൽ കാണേണ്ടത്. അതിനോടൊന്നും യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. തീപാറുന്ന സൈലൻസറൊക്കെ വെച്ചിട്ട് അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് നമുക്കറിയാം, ഈ വണ്ടിപ്രാന്തന്മാർ എന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗം ഈ കേരളത്തിൽ ഒരുപാട് വണ്ടി ക്ലബ്ബുകളുണ്ട്, ഓഫ് റോഡ് ക്ലബ്ബുകളുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകളുണ്ട്, അല്ലാത്ത കൂട്ടായ്മകളുണ്ട്. അവരൊക്കെ ഈ നാടിൻ്റെ ഏത് ക്രൈസിസിനും റെഡിയായി അതിൽ സഹായ ഹസ്തവുമായി ഇറങ്ങിച്ചെല്ലാൻ മനസ്സുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് അവർ. അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ കണ്ടത് ചൂരൽമലയിലെ ഉരുൾപൊട്ടലും അവിടേക്ക് സൈനികരെ വഹിച്ചുകൊണ്ടുള്ള വാഹനം, അതായത് ജീപ്പ് പോലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ. അതേപോലെ തന്നെ അവിടെ നിന്ന് മൃതദേഹങ്ങൾ പുഴയിലൂടെ ഒലിച്ചു വന്ന് ചാലിയാറിലെത്തി വനത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ബോഡി എടുത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഓഫ് റോഡ് ജീപ്പിൻ്റെ ആളുകളെ, മോഡിഫൈഡ് ജീപ്പിൻ്റെ ആളുകളെ നമ്മൾ കണ്ടു. അതായത് ഏത് ടെറൈനിലും, അതായത് ദുർഘടകരമായ പാറക്കെട്ടുകളാകട്ടെ അല്ലെങ്കിൽ ചളി നിറഞ്ഞ സ്ഥലങ്ങളാകട്ടെ, അത്തരം സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിച്ച് ചെന്ന് എവിടേക്കാണോ സന്നദ്ധ പ്രവർത്തകരെ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്ത് സഹായമാണോ വേണ്ടത് എന്നുള്ളത് നോക്കി അതിനെ സഹായിച്ച് മുന്നോട്ട് വരുന്ന അത്തരം വണ്ടിഭ്രാന്തന്മാരെ ഈ കേരളം നിറകണ്ണുകളോടെ നിന്ന് കണ്ടത് ഒരു ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു ഭരണകൂടത്തിനോ അത് വിസ്മരിക്കാൻ പറ്റും. നോക്കൂ, അത്തരം വണ്ടിപ്രേമികൾ അവരുടെ വാഹനത്തിൽ ഏത് കാലാവസ്ഥയിലും ഓടിക്കത്തക്ക രീതിയിൽ അവരുടെ വണ്ടിയെ മോഡിഫൈഡ് ചെയ്ത് വെച്ചതിൻ്റെ ഗുണം അനുഭവിച്ചത് ഈ സമൂഹം മുഴുവനാണ്. അതിലാർക്കും ഒരു തർക്കമില്ല. നോക്കൂ, അവരുടെ വാഹനത്തിൽ എന്തെല്ലാം ഫെസിലിറ്റികൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കുക, ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. നോക്കൂ, ഒരു മരം വീണാൽ പെട്ടെന്ന് തന്നെ അവരുടെ വാഹനത്തിൽ മെഷീൻ വാൾ ഉണ്ടാവും. ആ മെഷീൻ വാൾ ഉപയോഗിച്ചുകൊണ്ട് മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടി അതിനെ മുറിച്ച് ആ വണ്ടിയിലെ വിഞ്ച് ഉപയോഗിച്ച് വലിച്ച് സൈഡിലേക്കാക്കി അവിടെ യാത്രായോഗ്യമാക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല, കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. ഒരിക്കലും വാഹനങ്ങൾ പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അവിടെ പല സംഭവങ്ങളും നടന്നാൽ, ഇപ്പോൾ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥലത്തേക്ക് ആ ഇൻക്വസ്റ്റ് നടത്താനും ആ പെൺകുട്ടിയുടെ മൃതദേഹം താഴേക്ക് കൊണ്ടുവരാനും ഇത്തരം വാഹനങ്ങളെ ആശ്രയിച്ചത് ഈ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണത്. മാത്രവുമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല വനമേഖലകളിലും മരങ്ങളും വീണും മറ്റുമൊക്കെ പഴയ കൂപ്പ് റോഡുകൾ അടഞ്ഞ സാഹചര്യത്തിൽ അവിടേക്കൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം വണ്ടികളെ ആശ്രയിച്ചുകൊണ്ട് അവരവിടെ റോന്ത് നടത്തുകയും അവരവരുടെ വിസിറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാടുകളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും മൃഗങ്ങൾക്കുള്ള തീറ്റയ്ക്ക് അനുയോജ്യമായ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുമൊക്കെ സന്നദ്ധ പ്രവർത്തനം നടത്തിയും വേനൽക്കാലം വരുമ്പോൾ വലിയ തടികൾ വലിച്ചു കൊണ്ടുവന്ന് ജീപ്പിന്റെ സഹായത്തോടു കൂടി വലിയ തടികൾ കൊണ്ടുവന്ന് ചെറിയ തോടുകളിൽ ചെക്ക് ഡാം നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തി അതിൽ മൃഗങ്ങൾക്ക് കുടിക്കത്തക്ക രീതിയിലൊക്കെ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സന്നദ്ധ പ്രവർത്തകരായ ജീപ്പുകാരെ നമുക്കറിയാം. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനടങ്ങുന്ന നിലമ്പൂർ വൈൽഡ് വീൽസ്. എത്രയെത്ര സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും വിളിക്കുമ്പോൾ നാടിനെ സേവിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹൈറ്റുള്ള ടയർ ഉണ്ടെങ്കിൽ ആ ടയർ നോക്കി ഫൈൻ അടിക്കുന്നതിന് പകരം ആ ഹൈറ്റുള്ള അതേ ടയർ ഉപയോഗിച്ച് നാളെ ഡിപ്പാർട്ട്മെന്റുകളെ സഹായിക്കാൻ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് കയറി ചെല്ലാൻ ഈ വാഹനങ്ങൾക്കും ആ വാഹന പ്രേമികൾക്കും കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും ഉത്തമ ബോധ്യമുണ്ട്. അത് കേവലം ഒരു ക്രേസ് മാത്രമല്ല, അവരൊരു സന്നദ്ധ മനസ്സിന്റെ ആളുകൾ കൂടിയാണ്. മാത്രവുമല്ല, നിങ്ങൾ കുടുംബവുമായി സഞ്ചരിക്കുകയാണെങ്കിൽ
എവിടെയെങ്കിലും ഒരു ടയർ പഞ്ചറാകുക, എന്തെങ്കിലും ഒരു വണ്ടിക്ക് കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഇത്തരത്തിൽ അഡ്വഞ്ചർ ക്ലബിന്റെ ആളുകൾ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എല്ലാ ടൂൾസും ഉണ്ടാവും. അവരത് കൃത്യമായി നിങ്ങളെ ഒന്നെങ്കിൽ അവർ വർക്ക്ഷോപ്പിൽ എത്തിക്കും, അല്ലെങ്കിൽ അത് ടയർ പഞ്ചറായതാണെങ്കിൽ സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിടാൻ സഹായിച്ചുകൊണ്ട് അത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എവിടെയൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ നാടിന്റെ പ്രകൃതിക്കും അനുസരിച്ച് അത് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ മാറ്റാൻ അതിൽ പ്രത്യേകമായ ഇമ്പോർട്ടന്റ് നൽകിക്കൊണ്ട് കൃത്യമായ പഠനത്തിന് വിധേയമാക്കി അതിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിന് സന്നദ്ധരാണ്. അതിലേക്ക് സർക്കാരിന്റെ ഒരു അനുമതി കൂടി കിട്ടിയാൽ അത് വളരെ വലിയ ഗുണകരമാകും ഈ സമൂഹത്തിന് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. എന്നാൽ ഈ പറയുന്നത് പോലെ അപകടകരമാവുന്ന രീതിയിൽ തീ തുപ്പുന്ന അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവിടെയല്ല വേണ്ടത്. നേരെ മറിച്ച് നമുക്ക് നാളെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ഉപകാരപ്രദമാണ്, നമ്മുടെ നാടിന്റെ കാലാവസ്ഥ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ അത്തരം മോഡിഫൈഡ് സംഗതികളൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ സർക്കാരിന് അത്തരക്കാരെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള സന്നദ്ധ മനസ്സുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇങ്ങനെയുള്ള ഓഫ് റോഡ് ക്ലബ്ബുകളും കൂട്ടായ്മയും എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അഖിൽമാരാറെ പോലെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ അജണ്ടകൾ ഉണ്ടാകും. ആ അജണ്ടകൾ അനുസരിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കുകളെയൊക്കെ എടുത്ത് വലിയ തോതിൽ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിൽ അത് നമ്മുടെ സമൂഹത്തിൽ കിട്ടേണ്ട സഹായത്തിന് നേരെയുള്ള കടക്കൽ കത്തിവെക്കുന്ന ഒരവസ്ഥയാണ് എന്ന് വിനീതമായി നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വലിയ പ്രതീക്ഷയോടുകൂടി അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തി അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതിലൊരു സുതാര്യത വരുത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി.